നമസ്കാരം. മുസ്ലിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, ലീഗ്, മുസ്ലിം ലീഗ്, സമസ്തകൾ, ഇവരെല്ലാവരും ചേർന്ന് ഇന്നത്തെ രീതിയിലുള്ള പോക്കാണ് ഇവർ പോകുന്നതെങ്കിൽ ഇവരിവിടെ RSSന് ചുവപ്പ് പരവതാനി വിരിക്കലാകും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ ഫൈനൽ ഔട്ട്കം അതാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ്. അമിത്ഷായെ കാണാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഇതിനുശേഷം ഇവിടുത്തെ ഭരണം, നല്ലൊരു ഭരണം നശിപ്പിച്ച് പുതിയൊരു ഭരണം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പുറകിലും സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുറകിൽ അങ്ങനെ ഒരു അജണ്ടയുണ്ട്. സതീശനെ പൊക്കുമ്പോൾ സതീശൻ്റെ ഒപ്പമുള്ള RSSകാരും പൊങ്ങും എന്ന് ഞാൻ പറഞ്ഞതിന് എന്തായിരുന്നു? തെറി പറയും ബഹളം. ഇപ്പോഴും പറയുന്നത് നിൻ്റെ യൂട്യൂബ് അവസാനിച്ചില്ലേടാ. ഇവരൊരു കാര്യം മനസ്സിലാക്കട്ടെ. എനിക്ക് 69 വയസ്സാണ്, 70 വയസ്സാണ്. ഇത്രയും കാലം ഈ യൂട്യൂബ് അതുണ്ടായിട്ട് 72 വർഷമായോ? ഞാൻ ജനിക്കുന്ന സമയത്ത് യൂട്യൂബ് ഉണ്ടോ? ഈ എന്താ കൊച്ചന്മാർ, തുച്ഛന്മാർ, മ്ലേച്ഛന്മാർ അവർ പണ്ട് യൂട്യൂബ് അവസാനിപ്പിച്ചു. യൂട്യൂബിൽ ആൾക്കാരില്ല. ഇവർ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന അത്രയും വാങ്ങാൻ ആളുകളുണ്ടടേ. വെറുതെ ഒന്നല്ല കളി ഇവിടെ. ഇത് കൃത്യമായിട്ട് വരുന്ന ചാനലുകളാണ്. ഈ യൂട്യൂബ് ചാനലല്ല, അത് സമാഹരിച്ച് അത് വേണ്ട സ്ഥലത്ത് അത് ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. അതിപ്പോൾ ഇതിലൂടെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇത് അവരെടുത്തോളും, അവർ ബാക്കി കാര്യങ്ങൾ എടുത്തോളും. എൻ്റെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട്, സുഖതരമായിട്ട്, ലളിതതരമായിട്ട്, സുഭദ്രമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ധാരണ എന്താ? ഇവരെ ആയിക്കൂടിത്തുള്ള യൂട്യൂബ് പാവങ്ങൾ. എന്തായാലും പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ സത്യങ്ങൾ RSSന് ചുവപ്പ് പരവതാനി വിരിക്കരുത്. വ്യക്തിപരമായിട്ട് ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ്. ഇവിടെ RSSൻ്റെ ഭരണം വന്നാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെന്നെ നോട്ടം വയ്ക്കാൻ പോകുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഭരണം അതൊന്നും ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വരാനും പോകുന്നില്ല. കേരളത്തിൽ വന്ന കാര്യം അറിയാം. കേരളത്തിൽ വന്നിട്ട് ബാലൻസ് ചെയ്യണം. എന്താ ബാലൻസ് ചെയ്യുന്നത്? RSS വിസിൽ വിളിക്കുമ്പോൾ സംഘദക്ഷ പറയുമ്പോൾ കാല കത്തി നിൽക്കണം, സംഘ കാല് കൂട്ടി നിൽക്കണം, സംഘ ആരമ കാലകത്തി നിൽക്കണം. ആരപ്പം കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് RSSകാരുടെ വിസിൽ വിളിച്ചാൽ എന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് അവിടെ ഇരിക്കും. എനിക്ക് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. കാരണം RSSൻ്റെ ചിലവിലൊന്നുമല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. RSSൻ്റെ ചിലവിൽ ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ഇല്ലതാനും. എൻ്റെ വീട്ടിൽ തന്നെ പല ആൾക്കാർ RSSകാരുണ്ട്. പക്ഷേ ഞാൻ RSSകാരനുമല്ല, RSSനോട് യാതൊരു താല്പര്യം വെച്ച് പുലർത്തുന്ന ആളുമല്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ RSS വിസിൽ വിളിക്കുന്ന സമയത്ത് സംഘദക്ഷ, സംഘ ആരമ എന്ന് പറയുന്ന സമയത്ത് അതുപോലെ കുരങ്ങൻകളി നടത്തുന്ന കൂട്ടരും ഇപ്പോൾ ഈ മുസ്ലിം ലീഗ്, സമസ്തകൾ ആൾക്കാർ മാത്രമാണ്. അവരുടെ വായിൽ നിന്ന് ഇപ്പോഴും RSSൻ്റെ മുന്നേറ്റം ഇവിടെ വളരെ ഗംഭീരതരമായിട്ട് ഇവിടെ കേരളത്തിൽ നടക്കുമ്പോഴും അവരുടെ വായിൽ നിന്നൊരു അക്ഷരം അവരെന്ത് പറയും? പിണറായി വിജയൻ കള്ളനാ, പിണറായി വിജയൻ കള്ളനാ, പിണറായി വിജയൻ കള്ളനാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, RSSനെ കുറിച്ച് എന്താ അഭിപ്രായം? പിണറായി വിജയൻ കള്ളനാ, പിണറായി വിജയൻ കള്ളനാ. അല്ല, RSSന് ഇവിടുത്തെ കുറച്ചുകൂടി പ്രചാരം കൂടി വരുന്നുണ്ടല്ലോ. അതിൽ നിങ്ങളാണ് അതിന് വേണ്ടുന്ന ബാക്കപ്പ് കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പിണറായി വിജയൻ കള്ളനാ, പിണറായി വിജയൻ കള്ളനാ, പിണറായി വിജയൻ കള്ളനാ. PMC നടപ്പാക്കേണ്ടതെന്ന് പറഞ്ഞാലോ അത് പിണറായി ചെയ്തു വെച്ച കാര്യമാണ്, അത് പിണറായി ചെയ്തു വെച്ച കാര്യമാണ്. വന്ദേ മാതരം അതും പിണറായി ചെയ്തത്, അതും പിണറായി ചെയ്തത്, അതും ഇവരെ ആരെയൊക്കെയോ കന്നാലിക്കൂട്ടങ്ങളെ, മൂരിക്കുട്ടികളെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ വായിലേക്ക് ചില വാക്കുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അതിനുവേണ്ടി വൈകൃതാത്മകമായിട്ടിപ്പോൾ വന്ദേ മാതരം ആലപിക്കണം എന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ല. ഏതാണ് ഈ ഗവൺമെൻറ്? അത് രാജ്ഭവനിൽ നിന്ന് വന്നതാണ്. അതായത് മറ്റേ ഗവർണറുടെ ആസ്ഥാനത്ത് നിന്ന് വന്നതാണ്. അത് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലേ. അവിടെ നിന്ന് വരുന്ന ആസ്ഥാനത്ത് വരുന്ന കാര്യങ്ങൾ ഇതിന് മുൻപ് ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തും അവരെന്താ പറഞ്ഞത്? ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിൻ്റെ ചുമതല രാജ്ഭവനുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഗവർണറുടെ നേതൃത്വത്തിൽ ആണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെയുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് തന്നെ വന്ദേ മാതരം മുഴുവൻ ആലപിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അതന്നെ വരാൻ പോകുന്നു. ഇപ്പോഴെന്താ പറയണത്? ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ പാടാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിവേ പാടിയാൽ മതി.
അപ്പം അങ്ങനെയാണ് ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, അത് ഞങ്ങളുടെ പ്രോഗ്രാമല്ല, അത് രാജ്ഭവൻ്റെ പ്രോഗ്രാമാണ്, ഗവർണർ മുന്നിട്ട് നിൽക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അവരെന്ത് പറയണോ അത് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എത്ര നാണം കെട്ട പ്രസ്താവനയാണ്. എന്നിട്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടി കുറേ കന്നാലിക്കൂട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച ഈ സ്വാതന്ത്ര്യ സമര സേനാനി, ചെരുപ്പ് നക്കിയല്ല കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനി, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങിച്ചയാൾ. എന്തിൻ്റെ പേരിൽ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾ. അങ്ങനെ വായിക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അതിൻ്റെ നേതാവ്, അത് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരുടെ ദ്വേഷം ഏറ്റുവാങ്ങി അവരേറ്റവും കൂടുതൽ ശിക്ഷ നൽകിയ ആ മഹാൻ ആര്? ആ മഹാൻ ആര്? ഇത് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ ചോദ്യമല്ല കേട്ടോ, കേരളത്തിലുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ആളുകൾ, ഷംസുദ്ദീൻ നേതൃത്വം നൽകുന്ന അവർ തയ്യാറാക്കിയതാണ്. അതല്ലാതെ ഇത് BJP വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന സ്ഥലമുണ്ട് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിലുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്ക് അവരുടെ വകുപ്പ് തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തിലേക്കുള്ള ചോദ്യമായിരിക്കും എന്നല്ലേ കാണുമ്പോൾ തോന്നുക. ഏതായാലും ആ ധാരണ നമുക്കില്ല, നമ്മൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ. ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് നമ്മുടെ സ്വന്തം പൂക്കി മേനവൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന UDF, കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാവ് M. ഷംസുദ്ദീൻ ജി ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി കുട്ടികളെ കൊണ്ട് ഉത്തരം എഴുതിപ്പിച്ച ചോദ്യമാണിത്. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം ചെയ്ത ആയിരങ്ങളുള്ള നാട് ഈ ഇന്ത്യയിൽ, കേരളത്തിൽ അത് വളരെ തുലം കുറവാണ്. ഇന്ത്യയിൽ അവരെല്ലാം മറന്ന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സായിപ്പന്മാർക്ക് ഒറ്റുകൊടുത്തും മാപ്പ് പറഞ്ഞും ചരിത്രം നേടിയ, ചെരുപ്പ് നക്കിയും പരിച്ച് ഇടം നേടിയ RSSകാരനെ ഹീറോയാക്കി കുട്ടികൾക്ക് കടത്തിവിട്ടത് ആരാ? K. സുരേന്ദ്രൻ, BJPയുടെ പണ്ടത്തെ പ്രസിഡന്റ്, അങ്ങനെ പറഞ്ഞ പോലെ എല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു അർത്ഥം. ചുടുചോറ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് മാന്തിപ്പിക്കുന്ന പോലെ ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് അപ്പം ചെയ്യിപ്പിക്കുന്നത്. ഷംസുദ്ദീൻ ആരാ? മുസ്ലിം ലീഗാ. ഷംസുദ്ദീൻ ആരാ? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇത് എഴുതിയത് ആരാ? വിദ്യാഭ്യാസ വകുപ്പാണ് എഴുതിയത്. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ഛർദ്ദിച്ചത് അവരെ കൊണ്ട് തന്നെ വരുതട എന്ന് പറഞ്ഞാൽ വാരി തിന്നിപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരുത്തിനെ പിടിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാനാക്കിയപ്പോഴേ ഉറപ്പാണ് ആ വകുപ്പ് നിയന്ത്രിക്കുക RSSകാരായിരിക്കുമെന്ന്. ഇപ്പം കണ്ടല്ലോ, 3 MLAമാരേ ഉള്ളൂ. ബാക്കി ഇവിടെ 100 എത്ര ചില്ലാനും MLAമാരുണ്ട് ഇവിടെ, കോൺഗ്രസിനും UDFനായിട്ട്. ഭരിക്കുന്നത് ആരാ? അതിന് കാരണം മറ്റൊന്നുണ്ട്. ഈ 3 BJPക്കാരുടെ കയ്യിലിരിക്കുന്ന ദണ്ഡയുണ്ടല്ലോ, നമ്മൾ ഒരു പോലീസുകാരൻ, അതായത് ഇപ്പോൾ പെൻഷൻ പറ്റാറായിരിക്കുന്ന പോലീസുകാരൻ, അതായത് നിൽക്ക വയ്യ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എന്നോട് പറയണം, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ ഞാൻ വഴങ്ങണം. കാരണം എന്താണ്? അങ്ങനെ തലയിലൊരു മുദ്രയുണ്ട്. ആ മുദ്ര ആരുടേതാണ്? ആ മുദ്ര ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റേതാണ്. ആ മുദ്രയെ നോക്കിയിട്ടാണ് സല്യൂട്ട് ചെയ്യുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന പോലീസുകാരോട് ഞാനത് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പോലീസ് സേന എപ്പോഴും യൗവനമുള്ള സേനയാണ്. അതിൽ യൗവനം നഷ്ടപ്പെട്ടവരെ മാറ്റി വീണ്ടും യൗവന ആൾക്കാരെ വയ്ക്കും. മാത്രമല്ല ആ പോലീസ് സേനയുടെ അങ്ങേയറ്റം ഇന്ത്യൻ മിലിറ്ററിയാണ്. പറയുന്നത് വിഡ്ഢിത്തല്ല. പോലീസ് സേനയ്ക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയെ വരെ ഇടപെടും. എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. ഓ, ഞാൻ വരാം. ഞാൻ ചെന്നു കൃത്യസമയത്ത് ചെന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റം ഈ വടിയുടെ അവർ കയ്യിൽ പിടിച്ചിട്ടുള്ള 3 MLAമാർ കയ്യിൽ പിടിച്ചിട്ടുള്ള വടി ആരുടെ വടിയാണെന്നറിയോ? സംഘപരിവാരത്തിൻ്റെ വടിയാണ്. പേടിക്കണം എന്നർത്ഥം. 3 പേരുണ്ടെങ്കിലും പേടിക്കണം. കാരണം എന്താണ്?
ഈ പറയുന്ന ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ ശരിയല്ലാത്ത വഴികളിലൂടെ പലതും ചെയ്തിട്ടുണ്ട്. സത്യം സത്യം സത്യമായിട്ട് ധർമ്മപ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക് എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? അയാൾ വാല് തുറന്നു കൊടുക്കും. അവിടെ ഇൻകം ടാക്സ് ആണോ, സെയിൽ ടാക്സ് ആണോ, പോലീസുകാരാണോ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ വന്ന ഉടനെ എൻ്റെ സത്യം നിയമപരമായിട്ടുള്ള സത്യമല്ല. നിലവിളക്ക് കൊളുത്താൻ വേണ്ടി നിലവിളക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു മന്ത്രി അപ്പുറത്തെ കൊടിവിളക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇപ്പുറത്തെ കൊടിവിളക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഇത് കൊളുത്തി കഴിഞ്ഞാൽ എല്ലാം തവിടുപൊടിയായിട്ട് മാറുമെന്ന് പറഞ്ഞവനെ ഞാൻ തെറി വിളിച്ചു. അതെൻ്റെ ശരി, പക്ഷെ അവർക്ക് ശരിയാവണമെന്നില്ല. ഞാൻ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വരുന്നത് അത് ഞാൻ കൂട്ടത്തിൽ എന്തോ ഒരു കാര്യത്തിൽ ഞാൻ അവിടെ പറഞ്ഞു വരുന്നു മാത്രം. അപ്പോൾ ഇവിടെ ഈ ഇപ്പം ഭരിക്കുന്ന UDF സംബന്ധിച്ചിടത്തോളം അവർ വലിയ രൂപത്തിൽ അവർ ഭയപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഭയപ്പെടുകയാണ്, RSSനെ ഭയപ്പെടുകയാണ്, സംഘപരിവാരത്തെ ഭയപ്പെടുകയാണ്. എന്താ കാരണം? എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തെരഞ്ഞു പിടിച്ചോ. എന്തോ ഉണ്ട് അതിൻ്റെ പുറകിൽ. അതൊരു സത്യമാണ്. ലീഗിൽ താരതമ്യേന വിശ്വാസിയും മാന്യനുമെന്ന് കരുതുന്ന ഒരു ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാർ പോലും, അത്തരം ആൾക്കാർ പോലും ആൾക്കാർ പോലും നമ്മൾ പൊതുവെ പറയില്ല അദ്ദേഹം മാന്യനാണ് കേട്ടോ, അദ്ദേഹം വളരെ മാന്യനാണ്. ആ മാന്യന്മാരുടെ തന്നെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പത്തെ കണക്ക്, അല്ലെങ്കിൽ പോട്ടെ ഒരു 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 15 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള തുക 10, 20, 30 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എവിടെ നിന്നാണത്? ഇതിവിടെ ഈ കന്നാലി കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞതാണ്, സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഒരേ പഴം പിടിച്ചോ ഒരേ പഴം വലിച്ചെറിയും. അവരെ മുഴുവൻ അണികളായിട്ട് നിൽക്കും, വിഡ്ഢിയാന്മാരായിട്ടുള്ള അണികളാക്കി നിർത്തും. രസം എന്താണെന്ന് വെച്ചാൽ അതിൽ വൈറ്റ് കോളേഴ്സ് പോലും ഉണ്ട്. അതിനകത്ത് ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, IPSകാരുണ്ട്, IASകാരുണ്ട്, മറ്റേ വൈസ് ചാൻസലർമാർ വരെയുണ്ട് അതിനകത്ത്. അവർ പോലും ഇങ്ങനെയുള്ള സംഘടനകളുടെ അടിമകളാണ്. സംഘടനയുടെ പ്രവർത്തകന്മാരല്ല, അടിമകളാണ് അവർ. ആ സംഘടനയിലുള്ള ആൾക്കാർ, അതിൻ്റെ കുറച്ച് ആൾക്കാർ നേതാക്കന്മാർ തലകുത്തി നടന്നു കഴിഞ്ഞാൽ ഇവരും തലകുത്തി നടക്കും. അവർ തിന്നുന്നതെന്തോ ഇവരും തിന്നും. അവർ തിന്നാൻ പാടില്ലാത്തതാണ് തിന്നുന്നതെങ്കിലോ അതും ഇവർ തിന്നും. അതാണ് അടിമത്തം എന്ന് പറയുന്നത്. ആ അടിമത്തം ഉള്ളത് കൊണ്ടാണ് എനിക്കെതിരെ ആ കൂട്ടം ആൾക്കാർ തെറി പറഞ്ഞത്. എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ആൾക്കാർ പോലും മിണ്ടുന്നില്ല. കാരണം എന്താണ്? ഞാൻ മുസ്ലിമിനെ കുറ്റം പറഞ്ഞു. എവിടെയാണ് ഞാൻ മുസ്ലിമിനെ കുറ്റം പറഞ്ഞത്? കുറ്റം പറയും. കാരണം പറഞ്ഞു വരുന്ന സമയത്ത് എപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ അടിമകളായിരിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം മുസ്ലിങ്ങൾ ആദ്യം കാര്യം പറയും, പിന്നെ അത് സർവനാമമായിട്ട് പിന്നെ മുസ്ലിങ്ങൾ അതിന് ഉപയോഗിക്കുക. അതാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ എന്നും എപ്പോഴും എതിർത്തിരുന്നത് ഈ രാജ്യത്തിനെ മൊത്തം ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനം RSS. അതിനെയാണ് ഞാൻ എതിർത്തിരുന്നത്. RSSനെയാണ് എതിർത്തിരുന്നത്. അതിന്നും എതിർക്കുന്നു. അന്ന് RSSനെ മനസ്സും തനുസ്സും ചേർത്തുകൊണ്ട് എതിർത്തിരുന്നത് മുസ്ലിങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അവർ ക്രമാനുഗതമായിട്ട് മാറി. ഇന്നിപ്പോൾ RSS സ്റ്റാൻഡറ്റീസ് എന്ന് പറയുമ്പോൾ രമ എന്ന് പറയുന്ന സമയത്ത് ആ കാലിങ്ങനെ ഇരിക്കുമ്പോൾ അതിനുള്ള തലയിട്ട് നിൽക്കുക. ആ സമയത്ത് ഒരു സംഘദർശനം പറയുമ്പോൾ കാല് കൂട്ടി വയ്ക്കും. എല്ലാത്തിൻ്റെയും തല RSSൻ്റെ കാലിൻ്റെ അകത്താണ്. RSSകാരുടെ തല അതിനകത്താണെന്നർത്ഥം. ചന്ദ്രിക പത്രത്തിന് ശമ്പളമില്ല 4-5 മാസമായിട്ട്. കോഴിക്കോടില്ല, മലപ്പുറത്തുമില്ല, ശമ്പളമില്ല. പക്ഷേ ഈ ചന്ദ്രിക പത്രം നടത്തുന്ന ആ ഫാമിലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ ആസ്തി ഏകദേശം 1000 കോടി രൂപയുടെ അടുത്ത ആസ്തിയാണ് വാസ്തവത്തിൽ. ഈ പാവങ്ങൾ 10-90 രൂപയ്ക്ക് ആ വീട്ടിൽ നിന്ന് ശമ്പളം കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനൊരാൾ എഴുതിയിരിക്കുകയല്ലേ, റാമി ഇനിയിപ്പോൾ എന്തിനാ ചന്ദ്രിക, നമുക്ക് കേസരി ഉണ്ടല്ലോ എന്ന്. ഇനിയിപ്പോൾ എന്തിനാ ചന്ദ്രിക, നമുക്ക് കേസരി ഉണ്ടല്ലോ, ജന്മഭൂമി ഉണ്ടല്ലോ, ജനം TV ഉണ്ടല്ലോ. സത്യമല്ലേ വാസ്തവത്തിൽ? അത് ഞാൻ എന്താണ് പറഞ്ഞത്? എനിക്ക് ആരുടെയും മത്താശിയോ എനിക്ക് ബാക്കപ്പ് ഒന്നും വേണ്ട. ഞാൻ എന്താ പറഞ്ഞത്? RSSന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കരുത്. ഇപ്പം എവിടേക്കാണ് കാര്യങ്ങൾ പോണേ? നിങ്ങൾ നല്ല ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ച് നോക്ക്.
ഇപ്പം എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? RSSന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംസ്ഥാപനമായിട്ട് മാറിയില്ലേ കേരള സർക്കാർ? ആലോചിച്ച് നോക്കുക. ഏതായാലും ഞാൻ എഴുതി വെച്ച ചില കാര്യങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി കർഷകരടക്കമുള്ള ആളുകൾ, ഇഞ്ചി ആരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇവരൊക്കെയും കോടികളുടെ ആസ്തിയുള്ളവരായിട്ട് മാറി. ആയതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ 10 നില മുകളിലുള്ളൊരു മനുഷ്യൻ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ അതേ താഴെ നിൽക്കുന്നു. എങ്ങനെയാണ് താഴെ നിൽക്കുന്നത്? എടുത്തു ചാടണം. അത് ശരിയായിട്ടുള്ള മാർഗമല്ലല്ലോ. അപ്പം അതിനകത്ത് ശരിയല്ലാത്ത മാർഗമുണ്ട്, 2ാം തരം 3ാം തരം മാർഗമുണ്ട്. ഇന്നലെ വരെ ഒരു സാധാരണക്കാരനായി ജീവിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ യൂസഫ് അലി സാഹിബ് പറയാറുണ്ട് 45 വർഷത്തെ അധ്വാനമാണെന്ന്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതമുണ്ട്. ആ ജീവിതം അങ്ങനെ പറയാണ്, എനിക്ക് തരാം സ്വാമി, എൻ്റെ ജീവിതം സ്വാമി എടുത്തോളൂ എന്ന് പറയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ജീവിതം? ഇവിടെ നിന്ന് കപ്പലിൽ കയറിയിട്ട് അവിടെ പോയിട്ട് ചാക്ക് ചുമക്കാൻ നിന്നുണ്ട് അമ്മാവൻ്റെ കടയിൽ. ചൂട് വരുന്ന സമയത്ത് കൊച്ചു റൂമിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ റൂമിനെ തണുപ്പിക്കേണ്ട ഗതികേടുണ്ട്. അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ യൂസഫ് അലി സാഹിബിനോട് ഞാൻ പറയും, അത് വേണ്ട, മാളുകൾ തന്നാൽ മതി, ആ മാളുകൾ ഇങ്ങോട്ട് തന്നാൽ മതി, പൂർവ്വകാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട കേട്ടോ എന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ മടിയിൽ കനമുള്ളവരാണ്. അതും അനധികൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാലങ്ങളിലൂടെ സാവകാശം അവധാനതയോടുകൂടിയിട്ട് നേടിയെടുത്ത കാര്യങ്ങളല്ല ഇതൊന്നും. ആയതുകൊണ്ട് തന്നെ ഭയപ്പെടണം, പേടിക്കണം. ആരെ? കേന്ദ്ര ഗവൺമെൻറ്റിനെ. ആരെ? സംഘപരിവാരത്തെ. അതെങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് സംഘപരിവാരമായിട്ട് മാറുന്നത്? കഴിഞ്ഞപ്പോൾ 10-12 വർഷമായിട്ട് അതല്ലേ, ഇനി വരാൻ പോകുന്ന 10-12 വർഷം അത് തന്നെ, അതിലപ്പുറവും അത് തന്നെ. ഇനി ആ BJP എന്നുള്ള പേര് മാറിയാലും അവരുണ്ടാക്കിയ ലയം തന്നെയായിരിക്കും, ഭരണപരമായിട്ടുള്ള നിലപാടുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന എല്ലാ സർക്കാരുകൾക്കും ഉണ്ടാകാൻ പോകുന്നതും. ആയതുകൊണ്ട് തന്നെ ഇനി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, RSSൻ്റെ മുമ്പിൽ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കുക. ഇപ്പോൾ ഇവിടെ എന്തായാലും പറയുക, വന്ദേ മാതരം ഞങ്ങൾ ചൊല്ലും പറയുന്നുണ്ട്. ഒന്ന് കൊടുത്താൽ തെരിയും, തന്നെത്താൻ പാടിക്കോളും. അപ്പം തന്നെത്താൻ പാടിക്കോളും. അത് കഴിഞ്ഞാൽ ഭഗവത്ഗീത വരുന്നു, നരൂപമസ്യേകതോപലഭ്യതേ നാന്തോന ചാതിർണ സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചുത്വ എന്നിത്യാദി ഭഗവത്ഗീത വരും. ഞങ്ങൾ ചൊല്ലില്ല. ഒന്ന് കൊടുത്താൽ തെരിയും. ആദ്യം ഇവിടെ ഒന്ന് കൊടുത്താൽ അവൻ ഭഗവത്ഗീതയും ചെല്ലും. വേറെ മാർഗമില്ല കോയമാരേ.